നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കാര്യഗൗരവവും സ്വഭാവ ഗുണവും ഉണ്ടായത് അത് നിങ്ങളുടെ വളർത്തു ഗുണം കൊണ്ട് തന്നെയാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് കടപ്പാടുണ്ടായിരിക്കും. അയ്യോ വർമ്മ സാറേ, രാധമ്മയുടെ വക ചെറിയൊരു പിറന്നാൾ സമ്മാനം. താങ്ക് യു രാധമ്മേ. അല്ല, രാജുവിന്റെ ഫാമിലിക്ക് ഇതൊരു സ്ഥിരം തൊഴിലാണോ ഈ വിളിക്കാത്ത ഫംഗ്ഷനൊക്കെ വലിഞ്ഞു കയറി വരുന്നത്? അതെ, ഇവരെ ഞാൻ പ്രത്യേകം വിളിച്ചിട്ട് വന്നതാ. ഇവരാണ് എന്റെ ഗസ്റ്റുകൾ. രാധമ്മേ, രാധമ്മ അമ്മായി പറഞ്ഞത് കാര്യമാക്കണ്ട. അമ്മായിക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. പക്ഷേ ആള് പാവാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ രാധമ്മേ, ഇവിടെ ചിലരുണ്ട് ഇത്തില പോലെ എന്റെ അച്ഛനെ വിടാതെ പിടിച്ച് 4 നേരവും നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നവര്. അമ്മായി, ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നവരെ കുറിച്ച് പറയായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭാരതമേ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വരൂ. ചെല്ല്. ചെല്ല്. നിങ്ങളിരിക്കെ. ദിവ്യേ, ദിവ്യേ. മാഡം, സോഫ നന്നായിട്ട് തുടയ്ക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അവരോട് എഴുന്നേക്കാൻ പറ. എന്നിട്ടേ ഈ സോഫ നന്നായിട്ട് തുടയ്ക്കേ. ദിവ്യേ, മതി തുടച്ചത്. നീ പോ. ശരി മാഡം. വേണമെങ്കിൽ ഇരിക്കെ ചേച്ചി. നിങ്ങൾ എന്തായി കാണിക്കുന്ന? ചുമ്മാതിരിക്കും. ആ കോളനി താമസിക്കുന്ന ദരിദ്രവാസികളെ വിളിച്ചു വരുത്തി അവളവിടെ അവർക്ക് ആതിഥ്യ മര്യാദ ഒരുക്കിക്കൊണ്ടിരിക്കാം. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയാ നിന്റെ അമ്മാവന് ദേഷ്യം ആകുമല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യുന്നു. എനിക്കങ്ങ് പെരുവിരല് മുതൽ തരിച്ചു കേറുന്നുണ്ട്. ആ രമ്യ കാരണം എനിക്കുണ്ടായ അപമാനം ഞാൻ മറക്കില്ല അമ്മേ. അവള് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും എഴുന്നള്ളിയിട്ടുണ്ട്. പ്രതാപൻ അവര് വന്നത് അറിയുന്നതിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് പുറത്താക്കണം. നീ വാ. ആ മോളിങ്ങോട്ടിരിക്കുന്നേ, എത്ര നേരം അങ്ങനെ നിക്കണേ? അത് സാരമില്ല അങ്കിൾ, നിങ്ങളിരിക്കെ. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം അച്ഛൻ പറഞ്ഞിട്ട് ചെയ്ത അറേഞ്ച്മെന്റ്സ്. പിന്നെ നീ നമ്മുടെ കോളേജിൽ നിന്ന് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തോ? ഇല്ല ശ്രീ, ഞാൻ ആകെ ഇൻവൈറ്റ് ചെയ്തത് നിങ്ങളെ മാത്രമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഈ ഫംഗ്ഷന് ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതും രാജുവിന്റെ ഫാമിലിയാ. കണ്ടോടി, കൃതിക മാഡത്തിന്റെ മനസ്സില് നമുക്ക് അത്രയും വലിയ സ്ഥാനം ഉണ്ടെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം. ഇതിനപ്പുറം ഭാഗ്യം നമുക്ക് വേറെ എന്താ വേണ്ടത്? ആ ദേ വർമ്മ സാറ് വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങൾ എന്തിനാ എണീക്കുന്നത്? ഇരിക്കെ, എല്ലാവരും ഇരിക്കെ. അയ്യോ, സാറിന്റെ മുമ്പിൽ ഇരിക്കാനോ? സാറിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ
രാജുവിന്റെ കുടുംബം എന്ന് വെച്ചാ എനിക്ക് എന്റെ കുടുംബം പോലെയാ. നമുക്കിടയിൽ വലിപ്പച്ചെറുപ്പ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാനും പാടില്ല. എനിക്ക് നിങ്ങളുടെ വലിയ മനസ്സുകൾക്ക് മുമ്പിൽ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടാതിരിക്കാനാ രാജുവിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അത് അറിയാമായിരുന്ന നിങ്ങൾ രാജുവിന് സംഭവിച്ച അന്യായത്തെ ചോദ്യം ചെയ്യാനായി എന്റെ മുന്നിൽ വന്നില്ല. അവൻ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കാര്യഗൗരവവും സ്വഭാവ ഗുണവും ഉണ്ടായത് അത് നിങ്ങളുടെ വളർത്തുഗുണം കൊണ്ട് തന്നെയാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് കടപ്പാടുണ്ടായിരിക്കും. അയ്യോ വർമ്മ സാറേ, ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത്. എത്രയോ കാലമായി അങ്ങയുടെ കരുണയിൽ കഴിഞ്ഞു വന്ന കുടുംബം ഞങ്ങളുടേത്. എന്നും വർമ്മ സാറിന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രം മതി ഞങ്ങൾക്ക്. ശ്രീലക്ഷ്മി, സുഖാണോ മോളെ? സുഖാണ് സർ. മകളുടെ പേര് ഐഷു അല്ലേ? അതെ സർ. ആ, നിങ്ങളിരിക്കുക. ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇരിക്കാം. ഇരിക്കും മോളെ. ഇവിടേക്ക്. രാധമ്മയുടെ കൈപുണ്യത്തെ കുറിച്ച് ഋതുമോള് പറയാറുണ്ട് കേട്ടോ. അത്രയ്ക്കൊന്നും വരില്ല കേട്ടോ. അയ്യോ, അത് ഈ ഋതുമോള് വെറുതെ പറയണതല്ലേ. മാഡത്തിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റണത് അതൊക്കെ വലിയ ഭാഗ്യവും സന്തോഷമുള്ള കാര്യല്ലേ. രാധമ്മേ, ഈ ജ്യൂസ് മാത്രല്ല, ഈ പലഹാരങ്ങളും കഴിക്കണം. ആഹാ. എടുത്തു കൊടുക്ക്. ചെറിയമ്മ ഉണ്ടാക്കിയതാ. ശ്രീക്ക് കണ്ടോ, നിന്റെ അമ്മാവനും അവളും യാമിനിയൊക്കെ അവരെ അങ്ങ് തലയിലെടുത്ത് വെക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്താ അത് ബൂമറാങ് പോലെ നമ്മുടെ തലയ്ക്ക് നേരെ തന്നെ തിരിച്ചു വരും. എല്ലാം ഗംഭീരായിട്ടുണ്ട്. എന്നാ നിങ്ങളിവിടെ ഇരിക്കേ. ഋതു വാ, മോള് റെഡിയായില്ലല്ലോ. വാ, സമയം വൈകുന്നു. ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം. ഓ, ഞാനും വരുന്നു. വാ. വാ. നമുക്ക് നോക്കാം. നല്ലൊരു അവസരം കിട്ടുമ്പോ കുറുക്കി കൊള്ളുന്നത് പോലെ നമുക്കവർക്ക് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.